തമ്പുരാനൊന്ന് സ്റ്റേഷൻ വരെ വരണം. SP-ക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഉടനെ തിരിച്ചു വരാം. ഏറിയാൽ ഒരു 5 മിനിറ്റ്. സാറ് പോയിക്കോ, ഞാൻ പുറകെ വരാം. പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. ഉടനെ തിരിച്ചുകൊണ്ടാക്കാം. എന്നാ ഞാൻ ഈ വേഷമൊക്കെ മാറ്റിയല്ലേ. ആര് കാണാനാ? ഇതൊക്കെ മതി. പോവാം. ഇന്ദുവും കൂടെ വാ സാർ. ഇന്ദുവും കൂടെ വരട്ടെ. എന്തിനാ രാത്രിയിൽ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നത്? തമ്പുരാൻ വാ. എനിക്ക് പേടിയാവുന്നു സാർ. പേടിക്കണ്ട. അയ്യോ അയ്യോ. എന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന് ഈ സാറ് പറഞ്ഞു. തമ്പുരാനെ, ആ ഷർട്ടും മുണ്ടും ഒന്ന് അഴിച്ചു വെച്ചേ. ഷർട്ടും മുണ്ടും എന്തിനാ? എനിക്ക് തിരിച്ചു പോകണം. അത് പിന്നെ തമ്പുരാനെ, ഈ സെൻട്രൽ ജയിലിലെ യൂണിഫോം ഉണ്ട്. സബ് ജയിലിൽ സ്വന്തം വസ്ത്രം ഉപയോഗിക്കാം. പക്ഷെ ലോക്കപ്പിലെ അടിവസ്ത്രം മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് അരിക്കേ. എന്നെ ഉടനെ വിട്ടേക്കാമെന്നാണല്ലോ പറഞ്ഞത്. ഓഹോ. ഇതെന്താ രാജ ഇവൻ എന്നോട് പറഞ്ഞത്? അരിയടാ അരിയടാ അങ്ങോട്ട് അരികേ. ഇതെന്താ തമ്പുരാനെ ഇത്? ഇത് പൊട്ടിക്കരുത്, പാവ. ഓഹോ. അല്ല തമ്പുരാനെ, തമ്പുരാന് സെല്ലിൽ കിടക്കുമ്പോ സൽബുദ്ധി തോന്നി ഇതേലെങ്ങാനും തൂങ്ങിയാൽ ഞങ്ങൾ തൂങ്ങും. അതുകൊണ്ട് തമ്പുരാന് പോകാൻ ഭാഗ്യം സിദ്ധിച്ചാൽ ഇതങ്ങോട്ട് തിരിച്ചു തരാം. ഇരിക്കട്ടെ. അപ്പൊ പറ തമ്പുരാനെ, എന്താ തമ്പുരാനെ സംഭവിച്ചേ? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. സാബു. യെസ് സർ. വാടായിക്കോട്ടെ. ഒന്നും ചെയ്യല്ലേ. പറയില്ല. അയ്യോ അയ്യോ ഇങ്ങനൊരു കൊലച്ചതി വേണ്ടായിരുന്നു. ഇന്നലെ രാവിലെ കണ്ടപ്പോ നിങ്ങൾ എന്താ പറഞ്ഞു? എന്തു പറയണം? അറസ്റ്റ് ചെയ്യും എന്ന് പറയണോ? അങ്ങനെ പറയുകയാണെങ്കിൽ പ്രതിയുടെ പൊടി പോലും കിട്ടുവോടോ വക്കീലെ? ഞങ്ങളൊരു സെറ്റപ്പ് ഒക്കെ അറിയാമല്ലോ. താൻ ഏത് ഗോത്താഴത്തെ വക്കീലാണോ? എന്റെ ഉണ്ണി എന്ത് കുറ്റം ചെയ്തു? എവിടെ ചാർജ് ഷീറ്റ്? ചാർജ് ഷീറ്റോ? അതിന് ട്രൂ കോപ്പി നാളെ കോടതിയിൽ എത്തുമല്ലോ. അപ്പൊ കണ്ടാ മതി. ഒന്ന് പറയെങ്കിലും ചെയ്തൂടെ? എന്തു പറയാൻ? തന്റെ മരുമോൻ തമ്പുരാന് വീട്ടുവേലക്കാരുടെ കാമം തോന്നി. അത് സാധിക്കുന്ന ബെത്തപ്പാടിൽ അവൾ ചത്തു. ആരും അറിയാതെ ശവം കുളത്തിൽ കൊണ്ടുപോയിട്ടു. അത്ര തന്നെ. മഹാപാപം പറയരുത്. മരിച്ച പെൺകുട്ടി അവന്റെ സഹോദരി അവൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല. ഒരു എറുമ്പിനെ പോലും നോവിക്കാൻ കഴിയില്ല എന്റെ ഉണ്ണിക്ക്. ആ അവനെ കുറിച്ചാ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചാണ്ടല്ലോ. തന്നെയും പിടിച്ച കൂട്ടുപ്രതിയാക്കും. എനിക്ക് അക്കാര്യത്തിന് ചളുപ്പമില്ല. നിങ്ങൾക്ക് എന്ത് സാധിക്കും? അധികാരവും അത് നടപ്പിലാക്കാനുള്ള പേനയും കയ്യിലുള്ളപ്പോ സ്വന്തം ലാഭത്തിനും വലിയവരെ പ്രീതിപ്പെടുത്താനും വേണ്ടി നിങ്ങൾ എത്ര കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ശിക്ഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഈ ചെയ്ത് നിങ്ങളുടെ നാശത്തിനാ, സർവനാശത്തിന്. സൂക്ഷിച്ചോ, ഒരു അസുരജന്മം അവസാനിക്കാതിരുന്നിട്ടില്ല. നിങ്ങളുടെ അന്ത്യം കുറിക്കാൻ എവിടെയോർത്തം ജനിച്ചിട്ടുണ്ട്, ജീവിക്കുന്നുണ്ട്, കരുതിയിരുന്നു. I appear for the prosecution, Your Honor. As a public prosecutor, it is my duty to see that the maximum punishment is given to the accused. But the investigating officer who charge-sheeted this case didn't do it properly. Under these circumstances, I beg this honorable court to stop all the proceedings against the accused in this case. മാസ്റ്റർ മോഷണം പോയിട്ടുള്ളത് 1994 മോഡൽ TV, 1994 മോഡൽ VCR, 93 മോഡൽ ഡെക്ക് തുടങ്ങിയവയാണ്. പക്ഷേ തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ
94 മോഡൽ ടി വിക്ക് പകരം 84 മോഡൽ ടി വി, ലേറ്റസ്റ്റ് മോഡൽ VCR പകരം 10 വർഷം പഴക്കമുള്ള VCR, അതുപോലെ എല്ലാ തുണ്ടി സാധനങ്ങളിലും മായം ചേർന്നിരിക്കുന്നു. In this context, I request this honorable court to take necessary action against the investigating officer who is the real culprit. That's all, Your Honor. ഇത്രയും വേണ്ടായിരുന്നു സാർ, അത് ഓപ്പൺ കോട്ടി വെച്ച്. പിന്നെ ഞാൻ എന്നാ പറയണം? എന്നതാ കാക്കിയിട്ട് നിങ്ങളുടെയൊക്കെ വിചാരം? ഒറിജിനലൊക്കെ എന്തോ ചെയ്തു? ഇവിടെ തന്നെ വിധിച്ചോ അതോ പങ്ക് തിരുവനന്തപുരത്ത് എത്തിച്ചോ? എവിടെ പോയി കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആള്? വന്നിട്ടില്ല. അയാൾ എന്റെ കൺവെട്ടത്തെങ്ങാനും കണ്ടാൽ മുഖത്ത് ഞാൻ കാർക്കിച്ചു തുപ്പും. പറഞ്ഞേക്ക്. അയാൾ ഫോണിൽ എന്നോട് പറയുക, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ സാറേ, സാറ് വിഷമിക്കണ്ട, പ്രോസിക്യൂട്ടർക്ക് ഒരു ഷെയർ ഉണ്ടെന്ന്. ഒറിജിനൽ തൊണ്ടി മുഴുവൻ കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ കമ്പി എണ്ണിക്കില്ലാത്ത ഞാൻ ഏത് റാങ്കിൽപ്പെട്ട ഓഫീസറായാലും ശരി തന്നെ ഇങ്ങോട്ട് അയച്ചില്ലേ, അവരോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞേക്ക്. മയപ്പെടുത്തി പറഞ്ഞ് സൂചിപ്പിക്കാനും നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായാലും അത് ഞാൻ നോക്കിക്കോളാം, കേട്ടോ? അപ്പോഴേ തൊണ്ടി VCRന് ഇപ്പൊ എന്നാ വില കിട്ടും? 2 എണ്ണം വേണമായിരുന്നല്ലോ. വളരെ മോശമായി പോയി കേട്ടോ. അതെ, ശരിയാക്കി തരാം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. യെസ്, ഞാൻ ശാലിനിയാ. അഡ്വക്കേറ്റ് ജോർജ് സാറിന്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടു. ഓർക്കുന്നില്ലേ? LIC ഏജന്റ്. LIC മാത്രമല്ല, യൂണിറ്റ് ട്രസ്റ്റ്, നാഷണൽ സേവിങ്സ് എല്ലാം ഉണ്ട്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഐ എം ഓൾറെഡി എ പോളിസി ഹോൾഡർ. എനിക്കറിയാം സർ. പോളിസി നമ്പർ 8256151. സം അഷ്യൂർഡ് 3 lakhs. അത് എടുത്തിട്ട് 5-6 വർഷമായില്ലേ. സാർ പ്ലാന്റർ ആണല്ലേ? ലവ്ഡേൽ എസ്റ്റേറ്റ് എന്നല്ലേ പേര്? റബ്ബർ, കാപ്പി, കുരുമുളക് ഒക്കെ ഉണ്ടല്ലേ? ഉണ്ടെങ്കിൽ എസ്റ്റേറ്റിലെ വരുമാനം, ഈ പ്രൊഫഷനിലെ വരുമാനം എല്ലാം കൂടി ഒരു നല്ല തുക സാറിന് ടാക്സ് കൊടുക്കേണ്ടി വരും. നല്ല പോലെ ഒന്ന് സ്കീം ചെയ്താൽ ഒരുപാട് ടാക്സ് സേവ് ചെയ്യാൻ കഴിയും. ഇതൊന്നും കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഏജന്റ് മെനക്കെടാറില്ല. സാർ ഒരു അല്പസമയം സ്പെയർ ചെയ്തെങ്കിൽ. ഐ എം സോറി, ഇപ്പൊ എനിക്ക് സ്പെയർ ചെയ്യാൻ സമയമില്ല. ഉച്ചയ്ക്ക് ശേഷം വേറെ എൻഗേജ്മെന്റ് ഉണ്ട്. നോ പ്രോബ്ലം സർ, ഞാൻ പിന്നെ വരാം. ഓക്കെ. എനിക്ക് ഈ ഡ്രൈവർ പണിയും ഗുമസ്ത പണിയും വക്കീൽ പണിയും അയ്യോ എന്നെ കൊണ്ട് വയ്യ. ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് ഒക്കുകയല്ല. ഞാൻ രാജിവെക്കാൻ പോവാ. അതെ, ഒറ്റയ്ക്കൊന്ന് നടത്തുപോട്ടെ, അപ്പൊ വിവരം അറിയും. സാർ പോളിസി എടുത്തിട്ടുണ്ടോ? അയ്യോ, ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. എടുക്കണം സാർ. വലിയ എമൗണ്ട് ഒന്നും വേണ്ട. എന്തോന്ന്? LIC പോളിസി. ഓ, ടേക്ക് ഇറ്റ് ഈസി പോളിസി. അയ്യോ, അത് ഞാൻ എടുക്കുകയല്ല. ആ വീട്ടിൽ ആരാ സാർ താമസിക്കുന്നത്? കപ്ലിങ്സ്, ആര്? ഭാര്യ ഭർത്താക്കന്മാർ. അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാവോ? എന്തിനാ? LIC പോളിസി എടുപ്പിക്കാൻ. ഈ ജന്മത്ത് അവർ പോളിസി എടുക്കുന്ന പ്രശ്നമില്ല. അതെന്താ? അവർക്ക് LIC ഓഫീസിലാ ജോലി. അയ്യോ, ചമ്മി ചമ്മി ചമ്മി. രാത്രി കഴിക്കാൻ എന്നാ വേണം? കുതിരമുട്ട കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചേക്ക്. കളിയാക്കാതെ ഞാൻ കുഞ്ഞ്. ഞാൻ എന്നാ അഭിപ്രായം പറയാനാ? ഞാൻ എന്നാ പറഞ്ഞാലും ദീനാമ കിട്ടുള്ളല്ലേ ഉണ്ടാക്കുള്ളൂ. ദീനാമയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. പോരെ? കോടതി കൊണ്ട് വിട്ടേച്ച് കുട്ടനോട് ജലദോഷത്തിനുള്ള മരുന്ന് വാങ്ങിച്ചോണ്ട് തരാൻ പറയാം. പോരെ? കർത്താവേ, എന്നാ ഇത്? കാലിലൊന്ന് ഇണങ്ങി വന്നതായിരുന്നു. എന്നതാ എന്റെ മാണിക്കുഞ്ഞെ? ഒരു പുതിയ ചെരുപ്പ് മേടിര്, കാശ് ഇച്ചിരി മുടക്ക്. ഇത് ഇന്നാളല്ലയോ എന്നമ്മേ മേടിച്ചത്? 2 വർഷം പോലും ആയിട്ടില്ല. എനിക്ക് ഈ മാസത്തെ ശമ്പളം തരണ്ട. ആ. എന്നാലേലും ഒരു പുതിയ ചെരുപ്പ് മേടിര്. നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്കുള്ളതാ. എനിക്ക് ചെരുപ്പ് മേടിക്കാനുള്ള കാശേ എന്റെ ഉണ്ട്. നിങ്ങൾ ആ ബാഗ് തന്നെ. അനിയും കുഞ്ഞു വിളിക്കുമ്പോഴേ അന്നമ്മയുടെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളൊന്നും തോന്നരുത്. എന്നാ തോന്നിയാ സായി പറയുന്നേ? തോന്നിയാസമല്ല, അവൻ ടൗണിൽ നിന്ന് STDയാ വിളിക്കുന്നേ. ആഹാ. ഫോൺ കയ്യിൽ എടുക്കുമ്പോ അന്നമ്മയ്ക്ക് തോന്നും കൂടെ പിറന്നവളോടൊന്ന് സംസാരിക്കണമെന്ന്. ഉറക്കത്തിൽ പോലും വായടയ്ക്കാത്ത പെണ്ണുങ്ങളാ രണ്ടും. അതുകൊണ്ട് അവൻ വിളിച്ചാ മാണിക്കുഞ്ഞ് കൂടെ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പറയാ, ഫോൺ വെക്കുക. വെറുതെ എനിക്ക് ഉണ്ടാക്കി വെക്കുന്ന പോലെ പാഴ്ചെലവ് അവൻ ഉണ്ടാക്കി വെക്കല്ല എന്റെ അന്നമ്മേ. ഞാൻ പോയേച്ചും വരട്ടെ. ഈ കൊച്ചൻ ഇത് എന്നാത്തിനാ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നേ?